കാസർഗോഡ് മോക്ക് പോളിംഗിനിടെ ബി.ജെ.പിക്ക് അധിക വോട്ട് കിട്ടിയെന്ന പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി. ആരോപണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നിർദ്ദേശം നൽകി. വിവിപാറ്റുകൾ മുഴുവൻ എണ്ണണമെന്ന ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണാണ് കോടതിയുടെ ശ്രദ്ധയിലേക്ക് വിഷയം പെടുത്തിയത്. UDF LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ബി.ജെ.പി അധിക വോട്ട് കിട്ടുന്നുവെന്നാണ് കാസർഗോട്ടെ പരാതി. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നുണ്ട്. അരുൺ പാറക്കൽ കാസർഗോഡ് എന്താണ് സംഭവിച്ചത് എന്ന് പറയാനുണ്ട്. ആദ്യം ഞാൻ ആർക്കെയിലേക്ക് പോകുന്നു. ആർക്കെ, ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് പ്രശാന്ത് ഭൂഷൺ അപ്രതീക്ഷിതമായി ഉന്നയിക്കുകയായിരുന്നു. ഏത് രീതിയിൽ പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ അവതരിപ്പിച്ചു? കോടതി അത് മുഖവിലക്കെടുത്തത് എങ്ങനെയാണ്? ആർക്കെ ഇത് ഹാഷ്മി, ഇത് വിവിപാറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള വാദമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിപാറ്റുകൾ മുഴുവനും എണ്ണണം എന്നുള്ള ആവശ്യമാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ഉന്നയിച്ചിരിക്കുന്നത്. ADR-നെ പ്രതിനിധീകരിച്ചാണ് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ഹാജരായത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദാഹരണങ്ങൾ സമർത്ഥിച്ച് വിവിപാറ്റുകളുടെ എണ്ണം പൂർണ്ണമായിട്ടും അനിവാര്യമാണ്, അഥവാ അത് എണ്ണേണ്ടത് അനിവാര്യമാണ് എന്ന വാദം ഉയർത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രശാന്ത് ഭൂഷൺ തൻ്റെ വാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ എത്തിയത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വിവിപാറ്റുകളിൽ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാണ്. അത് വ്യക്തമാക്കുന്ന ഒരു ഒന്നിലധികം സാഹചര്യങ്ങളിൽ ഒന്ന് ഈ കാസർഗോഡ് ഉണ്ടായ വിഷയമാണ് എന്നതാണ്. 4 മെഷീനുകൾ ഉപയോഗിച്ച സമയത്ത്, മോക്ക് പോളിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സമയത്ത് ഒരു വിവിപാറ്റിൽ കൂടുതൽ വോട്ടുകൾ അത് BJP സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എന്നത് കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിലുടൻ പരിശോധിക്കേണ്ടതാണ് എന്ന അഭിപ്രായം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനോടും കോടതി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ആ വിഷയം കോടതി പരിഗണിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിവിപാറ്റുകൾ പൂർണ്ണമായിട്ടും എണ്ണണമെന്ന ആവശ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ്. ഈ പൂർണ്ണമായിട്ട് വിവിപാറ്റുകൾ എണ്ണണം എന്ന ആവശ്യം ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അഥവാ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ അത് പൂർണ്ണമായിട്ടും വൈകിപ്പിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള 100% ഇടപെടലുകളും നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചർച്ച അത് ഉചിതമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അരുൺ പാറക്കൽ കൂടി. അരുൺ, ഈ ചെയ്യാത്ത വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നു എന്നുള്ളതാണല്ലോ LDF UDF ഇലക്ഷൻ ഏജന്റുമാരുടെ പരാതി. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ പരാതിയാണ്. അതിനെക്കുറിച്ച് പോളിംഗ് ഏജന്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത വോട്ട് BJP സ്ഥാനാർത്ഥിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരണം ഇവർക്ക് നൽകുന്നുണ്ടോ? ഹാഷ്മി, ഇന്നലെ രാവിലെ 10 മണിക്കായിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മോക്ക് പോളിംഗ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും സംഭവിച്ചത് നോട്ട ഉൾപ്പെടെയുള്ള 10 സ്ഥാനാർത്ഥികൾ, ആ 10 സ്ഥാനാർത്ഥികളിൽ ആദ്യ പേരുകാരി BJP സ്ഥാനാർത്ഥി ML അശ്വിനിയുടേതായിരുന്നു. ഈ ML അശ്വിനിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് 2 പ്രിന്റായി മാറുന്നു എന്നാണ് പ്രധാനമായും UDF-ന്റെയും LDF-ന്റെയും പോളിംഗ് ഏജന്റുമാർ ഉന്നയിച്ച ഒരു ആരോപണം. മാത്രമല്ല, ഈ 10ഓളം മെഷീനുകൾ ഇന്നലെ പരിശോധിച്ചു. അതിൽ ഒരു മെഷീനിൽ ഇത്തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തി. അത് സുതാര്യമല്ല, സാങ്കേതിക തകരാറാണ് എന്നാണ് ഈ റിട്ടേണിംഗ് ഓഫീസറുടെയൊക്കെ വാദം. എന്നാൽ LDF-ന്റെയും UDF-ന്റെയും പ്രതിനിധികൾ ഇത് സുതാര്യമല്ല, തെരഞ്ഞെടുപ്പ് സുതാര്യമല്ല, EVM-ൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ വോട്ട് മെഷീനിൽ അത് എണ്ണാൻ പാടില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് റിട്ടേണിംഗ് ഓഫീസർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ 2 തവണ റിട്ടേണിംഗ് ഓഫീസർ ഈ കാര്യം പരിശോധിച്ചു. 3ാമത്തെ തവണ വിഷയം പരിഹരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ തന്നെ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു EVM-ൽ വോട്ട് ചെയ്യാനുള്ള 10 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 10 ഓപ്ഷൻ അമർത്തി നോക്കുകയാണല്ലോ മോക്ക് പോൾ എന്ന് പറയുക. 10 ഓപ്ഷൻ അമർത്തുമ്പോൾ BJPക്ക് കുത്തുന്ന ആ വോട്ടിന് അധികമായി ഒരു വോട്ടോടെ കിട്ടുന്നു 4 മെഷീനുകളിൽ എന്നാണോ പരാതി? യെസ് ഹാഷ്മി, അത് തന്നെയാണ്. അതായത് നോട്ടയുൾപ്പെടെയുള്ള 10 സ്ഥാനാർത്ഥികളാണ് മെഷീനിലുള്ളത്. ഇതിൽ 10 വോട്ട് ചെയ്യുമ്പോൾ അതിൽ 11 വോട്ടായി മാറുന്നു. അതായത് ഒരു സ്ഥാനാർത്ഥിക്ക് 2 പ്രിന്റ് വരുന്നു എന്ന കാര്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിച്ചപ്പോഴാണ് ആദ്യ സ്ഥാനാർത്ഥി ML അശ്വിനിയാണ്, BJPയുടെ ML അശ്വിനിയാണ്. ഈ ML അശ്വിനിക്ക് വോട്ട് ചെയ്യുമ്പോഴാണ് 2 പ്രിന്റായി മാറുന്നത്. അത് ഒരു മെഷീനിൽ ആ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തു. തുടർച്ചയായി ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചപ്പോഴാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി LDF-ന്റെയും UDF-ന്റെയും പോളിംഗ് ഏജന്റുമാർ നൽകിയത്. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ സ്ഥലത്തെത്തി കൃത്യമായി മെഷീനുകളൊക്കെ
പരിശോധിച്ചു. അതിൽ ഒരു മെഷീനിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടെന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ വീണ്ടും 2 തവണ പരിശോധന നടത്തി. മൂന്നാമത്തെ തവണ ഈ വിഷയമൊക്കെ പരിഹരിക്കുകയും ചെയ്തു. സാങ്കേതിക തകരാറാണ് എന്ന് അറിയിക്കുകയും ഈ വിഷയം പരിഹരിക്കുകയും ചെയ്തു. അതിനുശേഷം സീൽ ചെയ്ത യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഈ LDFിന്റെയും UDFിന്റെയും ഏജന്റുമാരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഇത് വോട്ടെടുപ്പ് ദിവസവും അതുപോലെ തന്നെ വോട്ടെണ്ണൽ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വോട്ടെടുപ്പ് ദിവസം ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാർ അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ അത് പ്രിന്റ് 2 തവണ വരും. അത് വോട്ടെണ്ണൽ ദിവസം ഇങ്ങനെ ഈ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് അത് ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞാൽ അത് അവരുടെ വോട്ടാണെന്ന് ഈ BJPയുടെ ഏജന്റുമാർ അവകാശപ്പെടും. അങ്ങനെയെങ്കിൽ ഈ വോട്ടെണ്ണൽ ദിവസം അവരുടെ ഈ വോട്ടെണ്ണൽ ഫലമൊക്കെ തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്ക് കാരണമാകുമെന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇന്നലത്തോടെ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രശാന്ത് ഭൂഷൺ ഇത് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി വിഷയം പരിഹരിക്കാനും ഇത് അന്വേഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാഷ്മി. യെസ്, അപ്പോൾ അതാണ് കാസർഗോഡാണ് ഈ പ്രശ്നം. കാസർഗോഡ് മോക്ക് പോളിംഗ് നടത്തിയപ്പോഴേക്കും 10 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10 നോട്ടയടക്കം 10 വോട്ട് ചെയ്യാനുള്ള ഇതങ്ങൾ. അപ്പോൾ അതിൽ 10 കുത്തുമ്പോഴും ബാക്കി എല്ലാവർക്കും ഓരോരോ വോട്ട് കിട്ടുന്ന കൂട്ടത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് അധികമായി 1 വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അത് 4 മെഷീനുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മെഷീൻ മാത്രം നോക്കുന്നുള്ളൂ. അതിൽ തന്നെ 4 മെഷീനുകളിൽ ഈ പ്രശ്നമുണ്ട് എന്നാണ് അവിടുത്തെ LDF UDF ഏജന്റുമാർ നൽകുന്ന പരാതി. അത് സുപ്രീം കോടതിയിലേക്ക് ഉന്നയിക്കുന്നു പ്രശാന്ത് ഭൂഷൺ. സുപ്രീം കോടതി ഇത് പരിശോധിക്കുമെന്ന് അർഹിക്കുന്ന ഗൗരവത്തിൽ ഇലക്ഷൻ കമ്മീഷനോട് പറയുകയും ചെയ്യുന്നു.